ഹായ്, നമുക്ക് ഇന്നതാണ്ട് കട്ട് തുണികളില്ലേ, കട്ട് പീസ് തുണികൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന കട്ട് പീസ് തുണികളാണ് ഇത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊന്നൊരു അടിപൊളി ഐറ്റം ചെയ്തെടുക്കാവേ. ആദ്യം തന്നെ നമ്മുടെ കട്ട് പീസ് തുണികളെ ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ കട്ട് പീസിൻ്റെ ക്ലോത്തില്ലേ, അപ്പോൾ ഈ ക്ലോത്തിനെ നമുക്കൊന്ന് സ്ക്വയർ ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നീറ്റായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നില്ല, ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ ആകുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കോൺ ഷേപ്പില്ലേ, ആ കോൺ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നടുക്കായിട്ട് ഒരു ഞൊറിവ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിലെ ആ രണ്ട് സൈഡ് ഉള്ളിലേക്ക് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നമുക്ക് നൂല് കൊണ്ട് നന്നായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നൂല് കൊണ്ട് ഒന്ന് കെട്ടിക്കൂടെ എടുക്കാവേ. രണ്ട് പീസും കൂടെ ഇതേ സെയിം അളവിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ 3 പീസസും ഞാൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം വേണ്ടത് ഒരു ഫ്ലോറൽ വയറാണ്. നമ്മുടെ കെട്ടുകമ്പിയിൽ പൂവൊക്കെ കെട്ടുന്ന കെട്ടുകമ്പി അതും കൂടി എടുക്കാവേ. പിന്നെ ഇതുപോലെ വേറൊരു കളറ് ക്ലോത്തും കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും നീളത്തിന് നമുക്കൊരു കമ്പിയും കൂടി എടുക്കാം. അതിലേക്ക് നമ്മുടെ സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസിലെ അതൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. 4ആയിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുത്ത് ആ കമ്പി ഒന്ന് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒന്ന് കൈകൊണ്ട് പിടിച്ചതിന് ശേഷം നൂല് കൊണ്ട് അവിടെ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇവിടെ ടൈറ്റ് ചെയ്ത് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതിൽ നമുക്ക് 3 പീസും ഒന്ന് വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കവർ ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ വരും. ഇനി 3 പീസസ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ രണ്ടാമത്തതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം രണ്ടാമത്തതും ചുറ്റിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തതും കൂടെ ചുറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്ത് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് വശമില്ലേ, പുറകു വശം നമുക്ക് നൂലൊന്നും കാണാത്ത രീതിയിൽ കവർ ചെയ്ത് ഗ്രീൻ ടേപ്പ് കൊണ്ട് കവർ ചെയ്ത് ചുറ്റിയെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ ടേപ്പ് കൊണ്ട് ഇതിൻ്റെ പുറകു വശം തൊട്ട് താഴെ കമ്പി ഫുള്ള് കവറാവുന്ന രീതിയിൽ ചുറ്റിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് അത്യാവശ്യം ഒരു 10-15 എണ്ണം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സാറ്റിൻ ക്ലോത്ത് കൊണ്ടിട്ട് നമുക്ക് അടിപൊളി ഫ്ലവേഴ്സും അല്ലാതെ തന്നെ ധാരാളം ആർട്ട് വർക്കുകളെല്ലാം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഒരു വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു കുഞ്ഞ് ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്തെടുക്കുന്നതെല്ലാം. അപ്പോൾ ബാക്കി ഫ്ലവേഴ്സും കൂടി ഒന്ന് ചെയ്തെടുക്കാവേ. നീല കളറിലും മഞ്ഞ കളറിലും ഇത്രയും ഫ്ലവേഴ്സും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റും കൂടി ചെയ്തെടുക്കാം. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ലീഫും കൂടിയൊക്കെ ഒന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് സെറ്റ് ചെയ്യുന്ന കൂടി നോക്കാം. അതിനായിട്ട് ഇത്രയും നീളത്തിലുള്ള കെട്ടുകമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കെട്ടുകമ്പിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കനത്തിനുള്ള കമ്പി വേണമെങ്കിൽ എടുക്കാം. ഞാനിതിവിടെ 3ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇത്രയും നീളത്തിന് എടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം തന്നെ ഗ്രീൻ ടേപ്പ് കൊണ്ട് ഇത് ഫുള്ളും കവർ ചെയ്തൊന്ന് എടുക്കാവേ. അപ്പോൾ ഞാൻ കുറച്ച് യെല്ലോ കളർ ഫ്ലവർ ചെയ്തിരിക്കുന്നത്. നടുക്കായിട്ട് ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് കുറച്ച് ബീഡ്സും കൂടെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ഫ്ലവറിലെ മഞ്ഞ കളറിലുള്ള ഫ്ലവർ ഏറ്റവും മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് ചുറ്റിച്ചെടുക്കാവേ. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് ബ്ലൂ കളറിലുള്ള നമ്മുടെ ഫ്ലവറിലെ അതും കൂടി വെച്ച് കൊടുക്കാം. അത് കുറച്ച് താഴെയായിട്ട് വെച്ച് കൊടുക്കാവേ, താഴത്തായിട്ട് ഇതുപോലെ. അപ്പോൾ അതെങ്ങനെയൊന്ന് ചുറ്റിയെടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ അടുത്തതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരെണ്ണം കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ താഴത്തെ ബ്രാഞ്ചിൽ 3 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരെണ്ണം, ഒരു ബ്ലൂ കളറും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 പൂക്കൾ താഴത്തായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും താഴെയായിട്ട് വരുമ്പോൾ വീണ്ടും മഞ്ഞ കളറിലുള്ള ഫ്ലവർ വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി താഴോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് വെച്ചത് കേട്ടോ. ഇനി അടുത്തതും കൂടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നമുക്ക് ചുറ്റിച്ചെടുക്കാം. അടുത്തതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ നമുക്കൊരു 5 യെല്ലോ കളറ് വെച്ച് കൊടുക്കാം. അപ്പോൾ താഴേക്ക് വരുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ദാ 5 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി താഴെ വീണ്ടും ബ്ലൂ കളർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഒരു 6 ബ്ലൂ കളർ താഴെ സെറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി താഴോട്ടിരുന്നോട്ടെ. കുറച്ചും കൂടി താഴെയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമില്ല, പെയിൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. സാറ്റിൻ ക്ലോത്ത് കൊണ്ടുണ്ടാക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് ബൊക്കെ ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 എണ്ണം കൂടിയുണ്ട്. നമുക്ക് ആകെ ചിലവാകുന്നത് കുറച്ച് ഗ്രീൻ ടൈപ്പിൻ്റെ ചിലവ് മാത്രമാണ്. പിന്നെ കുറച്ച് കമ്പികളുടെയും കെട്ടുകമ്പിയുടെയും ചിലവ് മാത്രമാണ് കേട്ടോ കുറച്ച് എക്സ്പെൻസ് ആവുന്നത്. അല്ലാതെ നമുക്ക് സാറ്റിൻ ക്ലോത്തൊക്കെ നമുക്ക് കട്ട് പീസ് തുണികളായിട്ടൊക്കെ കിട്ടുമല്ലോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യാനെടുക്കുമ്പോൾ ബാക്കി വരുന്ന തുണികൾ, ഇപ്പോൾ സാറ്റിൻ ക്ലോത്ത് കൊണ്ട് തന്നെ അല്ല, ബാക്കി എല്ലാ ക്ലോത്ത് കൊണ്ടും നമുക്ക് ഇതുപോലുള്ള സൂപ്പർ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിലുള്ള അപ്പോൾ ഞാൻ ബ്രാഞ്ചായിട്ട് ഇത് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴോട്ടും കൂടി ലെയറായിട്ട് ചെയ്തെടുക്കാം. 2 3 4 അപ്പോൾ 6ാമത്തെ പീസും ഞാൻ 6ാമത്തെ ഫ്ലവറും കൂടി ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 6ാമത്തെ ഫ്ലവറും കൂടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ വീണ്ടും യെല്ലോ കളറിലുള്ള ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പോൾ അത് താഴെയിട്ട് യെല്ലോ കളറിലുള്ള ഫ്ലവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയിട്ട് നമുക്കിനി അതിനെ ഒന്ന് നീല കളറും കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കാം. കുറച്ചും കൂടി താഴെയിട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അതെല്ലാം കൂടി ചേർന്നിരിക്കും. താഴോട്ടാക്കി വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും യെല്ലോ കളർ വെച്ച് കൊടുക്കാം. വീണ്ടും ബ്ലൂ കളറിന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഫുള്ളും ഇത് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തെടുക്കാവേ. ഇപ്പോൾ തന്നെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഇപ്പോൾ തന്നെ കാണാൻ അത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ലീഫും കൂടി സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഉണ്ടാക്കിയെടുത്ത പൂക്കളെല്ലാം തന്നെ ഇതിലായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി, ഒരു പീസും കൂടി ബാക്കി മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇതിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നീളത്തിൽ കമ്പി എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് കമ്പി ഇത്ര നീളത്തിനെടുത്തു. തികയത്തില് അപ്പം നമുക്ക് താഴോട്ടുള്ള കമ്പി ഇത്രയും പീസസ് ബാക്കി കിടക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ പൂക്കൾ ബാക്കി സെറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്ലവർ വേസിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് കട്ടൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ലീഫും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കിയിരുന്നില്ലേ, എല്ലാം ഇതിലോട്ട് ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് അറേഞ്ചും കൂടി ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിരിച്ചൊക്കെ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇത്തിരി ഒന്ന് വിടർത്തിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാം കൂടി ചേർന്നിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഭംഗി എന്ന് പറയുന്നത് നമുക്കിതൊന്ന് വിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കാണാൻ നല്ല ലുക്കായിരിക്കും. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഗ്രീൻ ടൈപ്പ് കൂടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ലീഫും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ട് കിട്ടുന്നത്. നമ്മുടെ സാറ്റിൻ ക്ലോത്ത് കൊണ്ട് കട്ട് പീസ് തുണിയാണ് കേട്ടോ. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ തുണി കൊണ്ടാണ് കേട്ടോ അത്രയും ഭംഗിയായിട്ട് നമ്മൾ പൂക്കൾ ചെയ്തെടുത്തേക്കുന്നത്.
അപ്പോൾ നമുക്കിനി ലീഫും കൂടി സെറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ലീഫ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സാറ്റിൻ റിബൺ ഉണ്ടല്ലോ, സാറ്റിൻ റിബണിൻ്റെ ഗ്രീൻ കളർ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഇത്രയും പീസസ് മതിയാവും. ഇത്രയും വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലോറൽ വയർ ഉണ്ടല്ലോ, നമ്മുടെ കമ്പി, അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇത് ഇത്രയും പീസസ് വെച്ച് എന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കെട്ട് കമ്പി ഉണ്ടല്ലോ, കമ്പി പൂ കെട്ടുന്ന കമ്പി ഉണ്ടല്ലോ, ആ കമ്പി ഇത്രയും നീളത്തിനൊന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ കമ്പിയിലോട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കമ്പിയില്ലേ അതിലോട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് റിബൺ ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയും മതി. ഇനി നമ്മുടെ റിബൺ ഉണ്ടല്ലോ അത് ഇതിനകത്ത് നടുക്കായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഏകദേശം ഇത് രണ്ട് പാർട്ടും ഒരുപോലെ വരുന്ന രീതിയിൽ വേണം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ആ റിബണിൻ്റെ നടുക്കായിട്ട് വേണം കമ്പി നിൽക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് സൈഡും കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ എടുത്തിട്ട് രണ്ട് സൈഡും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പുറത്തോട്ട് കാണാത്ത രീതിയിൽ കവറായി കിട്ടിക്കോളും. അപ്പം നമ്മുടെ ഒരു സൈഡ് മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇപ്പുറത്തും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ അകത്തായിട്ട് ഗ്ലൂ ഒന്ന് ഇതിനുള്ളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടി പിടിച്ചാൽ അതൊന്നും ഒട്ടിക്കിട്ടും. ഇത് നമുക്കിതൊരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടണ്ടേ. അതിനായിട്ട് ഈ ടോപ്പിൽ നമുക്ക് ഇത്രയും ഭാഗത്ത് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കോൺ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മറുഭാഗവും ഇതിൻ്റെ പുറത്തായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതോടെ ജോയിൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി താഴത്തെ ആ ഒരു ഭാഗവും കൂടി അതുപോലെ തന്നെ കോൺ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ അവിടെയും കൂടി കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഉള്ളിലായിട്ടാണ് ഇത് മടക്കി വയ്ക്കേണ്ടത്. പുറമേ കാണുന്ന രീതിയിൽ മടക്കരുത്. ഉള്ളിലായിട്ട് വേണം ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെയും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കറക്റ്റ് ലീഫിൻ്റെ അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് മടക്കിയെടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ലീഫ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ചൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അത് നല്ല കറക്റ്റ് ലീഫിൻ്റെയൊക്കെ അതേ ഒരു ഷേപ്പിൽ തന്നെ ആയി കിട്ടുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി താഴോട്ടുള്ള കമ്പിയെല്ലാം നമുക്ക് ഗ്രീൻ ടേപ്പ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ താഴത്തെ പോർഷൻ നമുക്ക് ഗ്രീൻ ടേപ്പ് കൊണ്ട് കവർ ചെയ്തെടുക്കാവേ. ഇതുപോലെ ഇതുപോലെ ഒരു 4-5 സെറ്റ് ലീഫും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇവിടെ ഒരു ലീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും തിരിച്ചൊക്കെ വെക്കാം. അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ലീഫ്. ഇനി നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഫ്ലവർ സെറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ഫ്ലവർ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലീഫും ഇതിലോട്ട് ഒന്ന് വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഈ കമ്പിയിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കമ്പി ഇങ്ങനെ തന്നെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെ ടൈറ്റായി ഇരുന്നോളും. അപ്പോൾ നമുക്ക് ഗ്രീൻ ടേപ്പിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ ഒരു ലീഫ് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലീഫും കൂടി എടുക്കാം. അതും ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ കമ്പിയുടെ കൂടെ തന്നെ ചേർത്തൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ടാമത്തത് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലീഫും കൂടി എടുത്തിട്ടുണ്ട്. അതും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് സാറ്റിൻ റിബൺ ഇല്ലെങ്കിൽ പോലും സാറ്റിൻ്റെ ക്ലോത്തോ അല്ലെന്നുണ്ടെങ്കിൽ സാധാ നമ്മുടെ കട്ട് പീസ് തുണികൾ വരുന്നതിൻ്റെ ഗ്രീൻ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതുപോലെ സെയിം ആയിട്ട് ലീഫ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് അടുത്ത ലീഫും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ 4 വെച്ചിട്ടുണ്ട്.
അടുത്ത ലീഫ് ഇതാ ഇവിടെ ആയിട്ടിരിക്കട്ടെ. അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലോട്ടൊക്കെ ഒന്ന് ലീഫ് ഒന്ന് മാറ്റിയൊക്കെ വെച്ച് കൊടുക്കാം. നമ്മുടെ ലീഫ് നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഭാഗം പുറമേ കാണാത്ത രീതിയിൽ വേണം ഇതിനകത്തേക്ക് നമ്മൾ ലീഫെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ആ മടക്കിൻ്റെ ആ ഒരു ഭാഗം പുറമേ കാണും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാറ്റിൻ ഫ്ലവർ സെറ്റ്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ ഫ്ലവർ വേസിലും കൂടി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്ലവർ വേസ് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് റൂം ഡെക്കറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബൊക്കെ ആയിട്ടൊക്കെ ചെയ്തെടുക്കാനും നല്ല ഭംഗിയായിരിക്കും. ഇത് ചീത്തയായി പോകത്തുമില്ല, ഇതിൻ്റെ കളറൊന്നും പോവില്ല. നമ്മുടെ തുണിയിൽ ചെയ്തെടുത്തതായതുകൊണ്ട് ഇതിൻ്റെ കളറൊന്നും ഒരിക്കലും മങ്ങി പോകത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ ഈ ഫ്ലവർ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ ഈ ഉണ്ടാക്കിയ ഫ്ലവറിൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.